സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാൻ റോഷൻ. പടം ഇറങ്ങാനായിട്ട് ഇനി ഏതാണ്ട് ഒരു മാസത്തിനടുത്ത് സമയം നിൽക്കുന്നു. ഈ ഒരു അവസരത്തിൽ ട്രെയിലർ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് സ്പൈഡർ ഫാൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ അവരോട് കാത്തിരിക്കുന്ന സമയത്ത് ദോണ്ടെ വീണ്ടും സ്പൈഡർമാൻ ബ്രാൻഡോടെ രണ്ടാമത്തെ ട്രെയിലറും ലീക്കായിട്ടുണ്ട്. ഒരു അബദ്ധമൊക്കെ ഏത് ബുദ്ധിമാനും പറ്റുമെന്ന് പറയുന്ന കൂട്ട് ഒരു പ്രാവശ്യം ഇതൊക്കെ സംഭവിക്കുന്നത് വേണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷേ രണ്ടാമത്തെ വട്ടവും ഇതുപോലെ തന്നെ സംഭവിക്കുന്നത് ഒരു കോയിൻസിഡൻസ് ആയിട്ട് കരുതാൻ കുറച്ച് വിഷമമുണ്ട്. ബ്രാൻഡോയുടെ ഒന്നാമത്തെ ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പും ഇത് കൂട്ടൊരു പരിപാടി തന്നെയാണ് നടന്നത്. ഏതാണ്ട് ആ ഒരു ട്രെയിലർ ഇറങ്ങുന്നതിന് ഏതാണ്ട് ഒരു ഒന്നര ആഴ്ച മുമ്പൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ട്രെയിലർ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. സോ ഇത് സോണി മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ലാതില്ല. ഒരു സൈസ് പ്രത്യേകതരം വെറൈറ്റി പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് തന്നെ ഇതിനെ വിളിക്കേണ്ടി വരും. എന്തായാലും സംഭവം വർക്ക് ആവുന്നുണ്ട്. ഈ ഒരു സംഭവം ലീക്ക് ആവുന്നതോടുകൂടി ആളുടെ ഇടയിൽ ഒരു ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ട് സ്പൈഡർമാൻ വീണ്ടും മാറുന്നുണ്ട് ഈ ഒരു ഒന്നൊന്നര ലീക്ക് വരുന്നതിന് സമയത്ത്. സോ ചരിത്രം ആവർത്തിക്കുകയാണെങ്കിൽ ആദ്യത്തെ ട്രെയിലർ ഇതുപോലെ ലീക്ക് ആയതിനു ശേഷമാണ് ആ ഒഫീഷ്യൽ ആയിട്ടുള്ള ട്രെയിലർ വന്നത്. ആ ഒരു ഗതിക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ട്രെയിലറും ഈ അടുത്തൊക്കെ ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം പടം ഇറങ്ങാനായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടി ഇനി ഒരു മാസമൊക്കെ ഉള്ളൂ. സോ ഇത് കറക്റ്റ് ടൈമാണ്. ഇപ്പം എന്തായാലും ലീക്കായ ഒരു ട്രെയിലർ ഫുട്ടേജ് വൈസ് അത്ര കണ്ട് ക്ലാരിറ്റി ഉള്ള ഒരു സംഭവം ഒന്നുമല്ല. ഭയങ്കരമായിട്ട് സൂം ചെയ്തിട്ട് വിഷ്വൽസ് ഒന്നും അത്ര കണ്ട് ക്ലിയർ ഇല്ലാത്തൊരു സാധനമാണ് ലീക്ക് ആയിട്ടുള്ളത്. ബട്ട് അതിൻ്റെ ഓഡിയോ കൃത്യമായിട്ട് ലീക്ക് ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ഓഡിയോ വൈസ് ഒരു പരിധി വരെയൊക്കെ കൺവേ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇത് തന്നെയാണോ സോണിനെ ഒഫീഷ്യലായിട്ട് പുറത്ത് വിടുക എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പൊന്നുമില്ല. എന്നാൽ പോലും ഈ ഒരു ട്രെയിലർ ഷെയർ ചെയ്യുന്ന എല്ലാ പ്ലാറ്റ്ഫോംസിനെയും തെരഞ്ഞു പിടിച്ച് സോണി കോപ്പറേറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. സോ സംതിങ് ഫിഷി കൊണ പറഞ്ഞ് കുറച്ചധികം സമയം പോയല്ലേ. സോ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഫസ്റ്റ് ട്രെയിലറിലെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നു ആ ഒരു പ്രിസൺ ഫൈറ്റ് സീക്വൻസ്. സ്പൈഡർമാൻ്റെ ആ ഒരു ഹാൻഡ് ടീമായിട്ടുള്ള ഒരു പ്രിസൺ ഫൈറ്റ് സീക്വൻസ്. ആൻഡ് ആ ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് ഈ ഒരു ട്രെയിലറിൽ ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നത് എന്നുള്ള രീതിക്കാണ് അറിയാൻ സാധിക്കുന്നത്. മൈ നെയിം ഈസ് പീറ്റർ പാർക്കർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു ഒഫീഷ്യൽ സ്പൈഡർമാൻമാരുടെ ആ ഒരു ഇൻട്രോ ഉണ്ടല്ലോ, ആ ഒരു ഡയലോഗ് അടി, ആ ഒരു ഡയലോഗ് അടിയുടെ അകമ്പടിയോട് കൂടിയാണ് ട്രെയിലർ സ്റ്റാർട്ട് ആവുന്നത്. ആൻഡ് ഈ ഒരു ഫൈറ്റ് സീക്വൻസിൽ സ്പൈഡർമാൻ ഒരു വെറൈറ്റി രീതിയിൽ സ്വിങ് ചെയ്ത് വെബ് വിടുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ ഫിഗർ ടീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ട്രെയിലറിൽ കണ്ടുകൊണ്ട് പീറ്റർ പാർക്കർ നെഡിന്റെയും MJയുടെയും ആ ഒരു ലൈവ് സ്ട്രീം കണ്ട് നിരാശപ്പെടുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കടന്നു വരുന്നു. അതിനുശേഷം ബ്രൂസ് ബാനറിന്റെ കുറച്ചധികം സീക്വൻസുകൾ വരുന്നുണ്ട്. എങ്ങനെയാണോ നോവേ ഹോമിന്റെ ട്രെയിലറിൽ ഈ ഒരു സ്പൈഡർമാൻ്റെ ഒപ്പം ഡോക്ടർ സ്ട്രേഞ്ചിനെ കൂടെ ഉൾപ്പെടുത്തിയത്, അത് കൂട്ട് ബ്രൂസ് ബാനറിനെ ഈ ഒരു ട്രെയിലറിലൂടെ നീളം നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സോ സ്പൈഡർമാൻ ഇവിടെ ബ്രൂസ് ബാനറിന്റെ അടുത്തൊരു ഉപദേശം തേടിയാണ് വരുന്നത്. എങ്ങനെയാണ് ഈ ഒരു അമിതമായിട്ടുള്ള മ്യൂട്ടേഷനെ സപ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നത്, താങ്കൾ എങ്ങനെയാണ് അത് ചെയ്തതെന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ തേടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ബ്രൂസ് ബാനറിന്റെ അടുത്തോട്ട് സ്പൈഡർമാൻ എത്തുന്നത്. പീറ്റർ പാർക്കർ എത്തുന്നത്. അത് കുറച്ച് ചടങ്ങ് പിടിച്ച പരിപാടിയാണെന്നും ഞാൻ തന്നെ അത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് ബ്രൂസ് ബാനർ തൻ്റെ കയ്യിലുള്ള ആ ഒരു വാച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു വാച്ച് കാരണമാണ് ഇപ്പോൾ ബ്രൂസ് ബാനർ ഹൾക്കാവാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഒപ്പം തന്നെ പുള്ളി കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് താൻ ഈ ഒരു വാച്ച് കൊണ്ട് തൻ്റെ മ്യൂട്ടേഷൻ, അമിതമായിട്ടുള്ള ആ ഒരു റേഡിയേഷൻ വേവ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് നിൽക്കുന്നത്. ഒരു പക്ഷേ ഈ വാച്ച് ഇല്ലാതിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊന്നും എൻ്റെ അടുത്ത് പോലും നിൽക്കാൻ പറ്റില്ലെന്നും കൂടി പുള്ളി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാര്യം പിടികിട്ടി കാണുമല്ലോ. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മാർവൽ യൂണിവേഴ്സിൽ ബ്രൂസ് ബാനറും ഹൾക്കും ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതാണല്ലോ ആ ഒരു പ്രൊഫസർ ഹൾക്ക് മോഡിൽ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ചാഞ്ചാടി നിൽക്കുന്നത്. ബട്ട് ഇവിടെ ബ്രൂസ് ബാനർ പറയുന്നത് ഈ ഒരു വാച്ച് എൻ്റെ റേഡിയേഷനെ സപ്രസ് ചെയ്ത് ഞാൻ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ അറ്റ് ലാസ്റ്റ് എങ്ങാനും ഹൾക്കായിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ലെന്ന്. സോ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ചാഞ്ചാടി നിൽക്കുന്ന പരിപാടിയൊക്കെ, ആ സീനൊക്കെ വിട്ടു. ഇപ്പോൾ ഹൾക്ക് വന്നാൽ ഫുൾ റേജ് ആയിരിക്കും. അതിനുശേഷം പീറ്റർ പാർക്കർ തൻ്റെ ആ ഒരു ഓർഗാനിക് വെബ്സ് വെച്ചിട്ട് സ്വിങ് ചെയ്യുന്ന രീതിയിൽ, ആ ഒരു ഓർഗാനിക് വെബ്സ് വിടുന്ന രീതിയിലുള്ള കുറച്ച് സീക്വൻസുകളും കാണിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ട്രെയിലർ 1 കണ്ടിട്ടുള്ള ആ ഒരു സീക്വൻസുകൾ തന്നെ ആയിരിക്കണം. ബട്ട് അതിൽ ആ ഒരു ഓർഗാനിക് വെബ്സിനെ കൃത്യമായിട്ട് കാണിക്കുന്നില്ല. ബട്ട് ഇതിൽ കൃത്യമായിട്ട് ആ ഒരു ഓർഗാനിക് വെബ്സിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. വില്യം എഡ്ഗറിനെ കാണിക്കുന്നുണ്ട്. ഇയാൾ തന്നെയാണ് വില്യം എഡ്ഗർ എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഒന്നും ഇല്ല. എന്നാൽ പോലും ഫാൻസ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇയാൾ വില്യം എഡ്ഗർ ആയിട്ടാണ്, DODCയുടെ ഹെഡ് ആയിട്ടാണ്, ആന്റി മ്യൂട്ടന്റിന്റെ ഒരു ലീഡർ ആയിട്ടാണ് വരുന്നത് എന്നാണ്. സ്പൈഡർമാൻ ബ്രാൻഡിയുടെ ഈ ഒരു പടത്തെ കൂടാതെ 1-2-3 പടങ്ങളിൽ കൂടെ പുള്ളി സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ മാർവലിന്റെ ഭാഗമായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. സോ ഒരു ക്രൂഷ്യൽ റോളാണ് പുള്ളിയും പ്ലേ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതിനുശേഷം ഈ ഒരു വില്യം എഡ്ഗറിന്റെ ഒരു ഡയലോഗിയാണ് കേൾപ്പിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ. അതിനോടൊപ്പം തന്നെ സാഡി സിംഗിന്റെ ആ ഒരു ക്യാരക്ടറിനെയും ടീസ് ചെയ്യുന്നുണ്ട്. വില്യം എഡ്ഗർ പറയുന്ന ഒരു കാര്യം ഇതാണ്: വലിയൊരു ആവത്ത് നമ്മളെ നോക്കി വന്നുകൊണ്ടിരിക്കുകയാണെന്നും, എന്നാൽ നീ അതിനെ പേടിക്കേണ്ടതില്ലെന്നും, നീ അതിന് ഇമ്മ്യൂൺ ആണെന്നുമാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. സോ സാഡി സിംഗിന്റെ ആ ഒരു ക്യാരക്ടർ സ്പൈഡർമാൻ ഒരു ഭീഷണിയല്ല എന്നുള്ള ഒരു രീതിക്കാണ് ഈ ഒരു ഡയലോഗിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. അതിനുശേഷം ഒരു ഇലക്ട്രിക് ഷോക്ക് വേവ് ഉണ്ടാകുന്നതും ആളുകൾ അറഞ്ചം പുറഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നതും, എന്നാൽ അതിനിടയിലൂടെ നമ്മുടെ സ്പൈഡർമാനും പണിഷറും യാതൊരു കൂസലും ഇല്ലാതെ അനക്കവും ഇല്ലാതെ ഇങ്ങനെ നടന്നു പോകുന്ന രീതിയിലുള്ള ഒരു സീക്വൻസും കാണിക്കുന്നുണ്ട്. സോ മേ ബി ഞാനിത് നേരത്തെ പറഞ്ഞു കൂട്ടി സാഡി സിംഗിന്റെ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന എന്തെങ്കിലും വിക്രിയ ആയിരിക്കണം. അതിൽ സ്പൈഡർമാനും പണിഷറിനെയും പുള്ളിക്കാരി അഫക്ട് ചെയ്യിപ്പിക്കുന്നില്ല. അവരെ എന്തോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. സ്പൈഡർമാനെ കൊണ്ട് പുള്ളിക്കാരിക്ക് എന്തോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് സാഡി സിംഗിന്റെ ഈ ഒരു ക്യാരക്ടറാണ് ഹൾക്കിന്റെ ആ ഒരു റേഡിയേഷനെ ടീസ് ചെയ്തിട്ട് ആ ഒരു വാച്ച് നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഹൾക്കിനെ പഴയ ഫോമിലേക്ക്, സാവേജ് ഹൾക്ക് മോഡിലോട്ട് കൊണ്ടുവരാൻ പോകുന്നതെന്നും അറിയുന്നുണ്ട്. ഹൾക്കിന്റെ കംബാക്ക് എന്തായാലും രാജകീയം തന്നെയായിരിക്കും. കാരണം നമ്മൾ ഇതുവരെ MCUവിൽ കണ്ടത് വെച്ച് ഏറ്റവും വലിയ ഹൾക്കായിട്ടാണ് ഈ
ഒരു പടത്തിലെ ഹൾക്ക് വരാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓഫ് കോഴ്സ് അതിനുശേഷം സ്പൈഡർമാൻ വേഴ്സസ് ഹൾക്ക് ഫൈറ്റിന്റെ ചെറിയ ചെറിയ ടീസുകളും പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരു ഫൈറ്റിൽ സ്പൈഡർമാൻ നല്ല രീതിക്ക് അടി വാങ്ങുന്നുണ്ട്. തണ്ടർ ക്ലാപ്പ് ഒക്കെ യൂസ് ചെയ്ത് സ്പൈഡർമാനെ അറച്ചം പുറച്ച് എടുത്തിട്ട് അലക്കുവാണ് ഹൾക്ക്. അതിനുശേഷം പടത്തിന്റെ ഭാഗമായിട്ട് പ്രൊമോഷൻ മെറ്റീരിയൽസ് എന്ന കണക്ക് കുറച്ച് ഫോട്ടോസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ ഈ ഒരു പണിഷർ സ്പൈഡർമാനെ ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടി കാണിച്ചിട്ടുണ്ട്. കാണുമ്പോൾ എന്തോ ഇതൊരു AI മോഡിലാണ് എനിക്കും തോന്നുന്നത്. കോമിക്സിൽ ഇത് വലിയൊരു ഐക്കോണിക് ആയിട്ടുള്ള പരിപാടിയാണ്. ബാറ്റിൽ ഡാമേജ് ആയിട്ടുള്ള ഒരു സ്യൂട്ടിൽ സ്പൈഡർമാൻ കിടക്കുന്നതും പണിഷർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നതും ആ ഒരു കോമിക് തന്നെ കുറച്ച് കൊടൂരമാണ് കാണാൻ തന്നെ. ഡസ്റ്റിൻ ഡാനിയൽ ക്രെട്ടൺ ഒരു ഭയങ്കര കോമിക് ഫാൻ ആയതുകൊണ്ട് തന്നെ കോമിക് ആക്യുറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സീക്വൻസ് എടുക്കാനായിട്ട് മൊത്തത്തിൽ എല്ലാം ഒത്തു വന്നൊരു അവസരം കിട്ടുമ്പോൾ പുള്ളി അതങ്ങനെ വേസ്റ്റ് ആക്കുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ഹൾക്കിൻ്റെ അടി വാങ്ങി കൂട്ടിയതിന് ശേഷം പണിഷർ വന്ന് രക്ഷിക്കുന്ന രീതിയിൽ ആ ഒരു കോമിക് സീക്വൻസിനെ റീക്രിയേറ്റ് ആയിട്ട് പുള്ളിക്ക് ഈസി ആയിട്ട് പറ്റുമായിരിക്കും. അതിനുശേഷം പുറത്തു വന്നിട്ടുള്ള ചില സീക്വൻസുകളിലും ചില ഫോട്ടോസിലൊക്കെ അറിയാൻ കഴിയുന്നത് MJ നമ്മുടെ സ്പൈഡർമാൻ്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിലാണ്. പീറ്റർ പാർക്കർ തന്നെയാണ് സ്പൈഡർമാൻ എന്നുള്ള ഒരു കാര്യം MJ അറിയുമെന്ന് അറിയത്തില്ല. ബട്ട് സ്പൈഡർമാൻ ആൻഡ് MJ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുമിച്ചൊരു കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിക്കല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഐ മീൻ ഈ ഒരു ഹൾക്കിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി കൂട്ടിയതിന് ശേഷം എങ്ങനെ ഇനി തിരിച്ചടിക്കാം, അല്ലെങ്കിൽ ഹൾക്കിനെ എങ്ങനെ ഒരു കൺട്രോളിലോട്ട് കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യത്തിൽ എന്തെങ്കിലും പരിപാടിയിൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരുമിച്ച് എന്തെങ്കിലും മെഷീൻ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് എന്തെങ്കിലും ആയിരിക്കാം. അവർ ഒരുമിച്ചായിരിക്കുന്ന ആ ഒരു സീക്വൻസ് നടക്കുന്ന സ്ഥലം ആ ഒരു ഫോട്ടോഗ്രാഫിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു അണ്ടർഗ്രൗണ്ട് സെറ്റപ്പിലാണ്. മേ ബി ഇത് നമ്മുടെ ആ ഒരു പണിഷറിൻ്റെ ആ ഒരു താവളമായിരിക്കും. സോ ഈ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ MJ പണിഷറിനെ നോക്കിക്കൊണ്ട് ഇവനാരുടെ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസും പോകുന്നുണ്ട്. അതിന് സ്പൈഡർമാനും ഇത് പണിഷർ ഇത് MJ എന്ന രീതിയിൽ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്ന ഒരു സീക്വൻസും ട്രെയിലറിൽ കാണിക്കുമെന്നാണ് പറയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ MJയുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് എവിടെ എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. MJയുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ആൾ ഈ ഒരു പടത്തിലെ വൺ ഓഫ് ദ വില്ലനാണ് എന്നുള്ളൊരു റിവീലും കൂടെ ചെറുതായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. മേ ബി ബൂമറാങ്ങോ അല്ലെങ്കിൽ ടെറന്റുലയോ ആരെങ്കിലും ആയിരിക്കാം. അതിനുശേഷം ആൻമേയുടെ ഒരു വോയിസ് ഓവറാണ് കേൾപ്പിക്കുന്നത്. പീറ്റർ മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുന്ന ഒരു സമയത്തിൽ ഒരു ആശ്വാസം എന്നോണം ആൻമയെ ആലോചിക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസിലായിരിക്കും ഇത് കടന്നു വരുന്നത്. ദിസ് ഹോൾ തിങ് ക്യാൻ ഗെറ്റ് റിയലി സ്കേറി ബട്ട് നെവർ ലീവ് റെസ്പോൺസിബിലിറ്റി എന്നാണ് പുള്ളിക്കാരുടെ ഒരു വോയിസ് ഓവറിലൂടെ നമ്മുടെ പീറ്റർ പാർക്കർ കേൾക്കുന്നത്. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാചകത്തിന്റെ മറ്റൊരു വേർഷനിലുള്ള ഒരു ഡയലോഗ് എന്നുള്ള രീതിക്ക് അതും ട്രെയിലറിൽ പ്ലേസ് ചെയ്യുന്നത് നൈസായിരിക്കും. നിഞ്ചാസുമായിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസിലുള്ള ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. ആ ഒരു നിഞ്ചയുടെ ഒരു പ്രധാന വെപ്പണായിട്ടുള്ള ഒരു നിഞ്ച സ്റ്റാർ നമ്മുടെ സ്പൈഡർമാൻ്റെ കൈ തറച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസിന്റെ ഫോട്ടോഗ്രാഫും പുറത്ത് വന്നിട്ടുണ്ട്. ആൻഡ് അതിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന രീതിയിൽ സ്പൈഡർമാനെയും കാണിക്കുന്നുണ്ട്. സ്പൈഡർ സെൻസ് ഉണ്ടായിട്ട് പോലും ആ ഒരു നിഞ്ച സ്റ്റാർ സ്പൈഡർമാൻ്റെ കൈ തറച്ചെങ്കിൽ ആ ഒരു ഫൈറ്റ് എത്രമാത്രം കൊടൂരമായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സോ ആ ഒരു ബാറ്റിൽ എന്തായാലും സ്പൈഡർമാന് ഹെൽപ്പ് വേണ്ടി വരും. ഐ റിപ്പീറ്റ്, ഡെയർ ഡെവിൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ട്രെയിലറിന്റെ എൻഡിലോട്ട് എടുക്കുമ്പോൾ വലിയൊരു ബിൽഡിംഗ് തന്നെ കൊളാപ്സ് ആവുന്നതും ആ ഒരു ബിൽഡിങ്ങിനെ സ്പൈഡർമാൻ ഇങ്ങനെ താങ്ങി നിർത്തുന്ന രീതിയിലുള്ള ഒരു സീക്വൻസിലൂടെയാണ് കടന്നു പോകുന്നത്. ആൻഡ് തൊട്ട് പുറകിലൂടെ സാവേജുകൾക്ക് ചാടി വരുന്ന രീതിയിൽ കൃത്യമായിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു ടീസ് പോലെ കാണിച്ചുകൊണ്ടാണ് ട്രെയിലർ എൻഡ് ആവുന്നത്. സോ സ്പൈഡർമാൻ വേഴ്സസ് സാവേജുകൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫൈറ്റ് ജസ്റ്റ് ഒരു സൗഹൃദ മത്സരമായിരിക്കാൻ സാധ്യതയില്ല. നല്ല രീതിക്ക് ബ്രൂട്ടലായിട്ടുള്ള സ്പൈഡർമാനെ ഇന്നേ വരെ കാണാത്ത രീതിയിൽ ബാറ്റിൽ ഡാമേജ് ആയിട്ട് ആ ഒരു സീക്വൻസിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ടൈറ്റിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒരു കോമഡി പരിപാടി പോലെ ഒരു നോട്ട് പോലെ നമ്മുടെ പണിഷറിന്റെ ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. പണിഷർ ആ ഒരു പ്രസന്റ് ഫൈറ്റിലാണെന്ന് തോന്നുന്നു ഒരു പോലീസ് ഓഫീസറെ നോക്കിയിട്ട് എന്താ റെഡി അല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. നിഞ്ചാസ് ആയിട്ടുള്ള ആ ഒരു അടി പൊട്ടുന്നതിന് മുമ്പ് പണിഷർ മൊത്തത്തിലൊന്ന് വാമപ്പായിട്ട് ഇങ്ങനെ ചോദിക്കുന്ന രീതിയിലാണ് ആ ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. കൊള്ളാം, നൈസ് ഒരു ടച്ച്. ആൻഡ് അതിനുശേഷം ഒരു കാര്യം എഴുതി കാണിക്കുന്നുണ്ട്. അതാണ് കുറച്ച് കൺഫ്യൂസിങ്. നിങ്ങളെ ജൂൺ 17 കാണാം എന്ന രീതിക്ക് എഴുതി കാണിക്കുന്നു എന്നുള്ള രീതിക്കാണ് ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നത്. സോ ജൂൺ 17 വരാൻ പോകുന്നതാണ് യഥാർത്ഥ ട്രെയിലർ എന്നും ഇത് ആ ഒരു ട്രെയിലറിനെ ടീസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു പ്രൊമോ വീഡിയോ മാത്രമായിരിക്കും എന്നുള്ളൊരു രീതിക്കാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ ജൂൺ 17 or 18 ആ ഒരു ടൈം ഗ്യാപ്പിൽ നമുക്ക് ഒഫീഷ്യൽ ട്രെയിലർ കാണാൻ പറ്റുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. മീൻസ് ആൾക്കാർ പറയുന്നത് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം എന്തായാലും ലീക്ക് ആയിട്ടുണ്ട്. റെഡിറ്റിലൊക്കെ നൈസായിട്ട് കിടന്ന് കറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സ്പൈഡർമാൻ പടത്തിനെ ലൈം ലൈറ്റിൽ നിർത്താൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ ട്രെയിലർ ലീക്കൊക്കെ ഇവർ ഒഫീഷ്യലായിട്ട് അറിഞ്ഞ് ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? ഒഫീഷ്യൽ ട്രെയിലർ കയ്യിലുണ്ടെങ്കിൽ അതങ്ങ് ഇറക്കി വിട്ടാൽ പോലെ എന്നാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഹോംവർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സമയം കിട്ടിയിട്ട് കറക്റ്റ് ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ഓടിപ്പിടിച്ച് ഹോംവർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ, ആ ഒരു സ്പെക്കാണ് സോണി. നിങ്ങൾ നോക്കിയൊക്കെ കറക്റ്റ് പടം ഇറങ്ങുന്നതിന് ഒരു 1-1.5 ആഴ്ച മുമ്പായിട്ട് പ്രൊമോസ് എന്ന പേരിൽ അറഞ്ചം പുറഞ്ഞും TV സ്പോട്ടുകളും പരിപാടികളായിട്ട് പടത്തിനെ മൊത്തത്തിൽ ഇവർ തന്നെ അങ്ങ് സ്പോയിൽ ചെയ്തുകൊണ്ടേയിരിക്കും. സോ എന്തായാലും അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിലറെങ്കിലും കറക്റ്റായിട്ട് മാനം വരേക്ക് വിട്ടൂടെ? എന്തായാലും നോക്കാം. സോണിയുടെ വിധവിധമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജികൾ കാണാനായിട്ട് നമ്മൾ ഫാൻസിൻ്റെ ജീവിതം ഇനിയും ബാക്കി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കൂട്ടാണ് ട്രെയിലർ വരുന്നതെങ്കിൽ നിങ്ങൾ അതിൽ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളൊരു കാര്യവും പടത്തിന് മേലുള്ള നിങ്ങളുടെ ഒരു ഹൈപ്പ് മീറ്റർ എത്രമാത്രം കൂടിയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും മൊത്തത്തിൽ ഈ സോണിയുടെ പ്രൊമോഷൻ സ്ട്രാറ്റജിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പരിപാടികളും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.